ഉരുളക്കിപ്പേരി 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 ഉരുളക്കിപ്പേരി. മരണം വാതിൽക്കലൊരുന്നായി വന്നു നിൽക്കുമ്പോ. മക്കളെ എന്തിനാ പെങ്കുച്ചനെ പറഞ്ഞു വിട്ടത്? ഓ നോട്ടം ശരിയല്ല അമ്മച്ചി, എന്റെ അല്ല അപ്പാപ്പന്റെ. അപ്പാപ്പൻ എങ്ങനുണ്ട്? ഓ കുഴപ്പമില്ല അമ്മച്ചി. എങ്ങാനും പോയി കിട്ടുവോ? അമ്മച്ചി എന്ത് വരാതെ എങ്ങോട്ട് വരണില്ലേ? എനിക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് കിട്ടാത്തോണ്ടല്ലയോ. 2 ദിവസത്തിനകം ഞാൻ ഇങ്ങ് വരാവുന്നേ. തന്നെ ആംബുലൻസ് വല്ലതും വേണമെങ്കിൽ നമ്പർ ഞാൻ അപ്പാപ്പന്റെ കൊടുത്തിട്ടുണ്ട്. ശരി അമ്മച്ചി, ശരി 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 ശരി. ഞാൻ വെക്കുവാന്നേ. എബി എബി എന്താ ഒരനക്കമില്ലെന്നാ തന്നെ നീ വന്നാ എടാ തീർന്നാ ഒരനക്കമില്ലെന്നാ ഒരനക്കമില്ല. ഇതിനിപ്പോ ഞാൻ പറയും, എടാ കൊച്ചേ എന്താ പാപ്പ പെങ്കൊച്ചെന്തിയടാ എന്ത് അപ്പാവിന്റെ കാറ് തടാൻ പറയടാ. അയ്യോ തടവി തടവി അവള് കളഞ്ഞിട്ട് പോയി. കർത്താവേ, അപ്പാപ്പ എന്തോ ഈ 2 മൂക്കിൽ പഞ്ഞി വയ്ക്കാൻ എനിക്ക് ഒരു അവസരം തരുമോ? ഓടാ അവിടെ നിന്ന്. എടാ നിന്റെയൊക്കെ മൂക്കി പഞ്ഞി വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളു. പെട്രോൾ ഒഴിച്ച് കത്തിച്ചാലാ കിളവന. എടാ പെട്രോളിന്റെ ഒക്കെ വില എനക്ക് അറിയാം എപ്പോഴത്താ. കൈ മാറ്റാ, നല്ല നാറ്റം അടിക്കുന്നു. പോവില്ലെന്ന് തന്നെയല്ലേ പുതിയൊരു ആപ്പ് കോപ്പ് നോക്കട്ടെ നോക്കട്ടെ ഏതാപ്പ്? പിന്നെ ഇവിടെ നമ്മളെ മറ്റേ വെബ്സൈറ്റിന്റെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അത് കിട്ടിയാ ഡൗൺലോഡ് ചെയ്തടാ. നോക്കട്ടെ. ഇവിടെ നമ്മൾ മെയിൽ ID കൊടുത്തിട്ടുണ്ടല്ലോ, ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടുന്ന് പാസ്വേഡ് കിട്ടും. ആമ തലയും വെച്ചോണ്ട് കിടക്കണം. കേട്ടാ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ മറ്റേ സാധനം എടുത്ത് കാണിച്ചു കൊടുക്കട്ടെ. കഴിഞ്ഞ മാസം ഇലക്ട്രിസിറ്റി ബില്ല് അത് കണ്ടിട്ട് അറ്റാക്ക് ഒന്ന് ചാവട്ട് പുല്ല. നീ നോക്കല്ലേ, അറ്റാക്ക് വരും. പിന്നെ മറ്റേ മോണിവിടെ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മറ്റേ സാധനം എടുത്ത് വെക്കുന്നത് കിട്ടി. 3 ലിറ്റർ കിട്ടി. അടുത്ത പാറിയുന്ന തന്നെ അപ്പാപ്പനും കൂടെ ഒരു കുപ്പി കുപ്പി ഒരെണ്ണം തരിഞ്ഞ മിണ്ടരുത്. കാലിന് പോലും വേണ്ടാതെ കിടക്കുന്നില്ല കാല് തടവി തരിഞ്ഞ. പുതിയ മൊബൈല് 2.5 ലക്ഷത്തിന്റെയാണ്. 2.5 ലക്ഷത്തിന്റെ ഈ കിളവനെ മോളിലോട്ട് കെട്ടിയെടുക്കുന്നില്ലല്ലോ. ആടെ മോളിലോട്ട് പോണ കാര്യം പറഞ്ഞപ്പോഴാണ്. എടാ വേറൊരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ മറ്റേ രജിസ്റ്റർ ചെയ്തിട്ട് പോണ സംഭവം. പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് ശൂന്യാകാശത്തോട്ട്. അതെങ്ങനെയാടാ അതിനകത്ത് സെറ്റ് ചെയ്യണേ? അതെന്നാ നാസയുടെ വെബ്സൈറ്റ് ഇല്ലേ, അതിൽ രജിസ്റ്റർ ചെയ്യണം. ഇതിലുണ്ടോ? ഇതിൽ നോക്കിയാണത് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ വെബ്സൈറ്റ് എടുത്തിട്ട് താഴെ കണ്ട ഈ ലൈക്ക് കണ്ട ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ആധാരം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ സീറ്റ് ഉറപ്പാണ്. പിന്നെ അവർ വിളിക്കുമ്പോൾ നമ്മൾ നേരെ ഈ ഇതിന് റോക്കറ്റിൽ കയറും. നമ്മൾ നേരെ മുകളിൽ പോകുന്നു, ബഹിരാകാശത്ത് എത്തുന്നു. അപ്പൊ ചന്ദ്രനും സൂര്യനൊക്കെ അവിടെ ഉണ്ടാവോ? കാരണം ഈ ബഹിരാകാശത്തല്ലേ ചന്ദ്രനും സൂര്യനും നക്ഷത്രം എല്ലാം. തന്നെ ആരാണ് ഈ ചന്ദ്രൻ? അനക്കൊണ്ടായിരുന്ന എടാ ഒന്ന് ക്ലിയർ ചെയ്താടാ. അപ്പം ചാർജ് തീർന്നു. നിങ്ങളുടെ ചാർജർ ഉണ്ടോ? വേറെ ചാർജ് ഇല്ലേ? അയ്യോ എടാ എന്റെ ചാർജർ വണ്ടിയിലായി പോയി. ഇപ്പൊ ശരിയാക്കായിരുന്നു. ചാർജർ ഉണ്ടോ? എന്റെ വേറെ ഇല്ല. ഇവിടെ ഉണ്ടാ? ബാബാപ്പന്റെ കട്ടിലടിയിലുണ്ട്. അല്ലാതെ സെറ്റപ്പായിട്ടാണ് കിടക്കണ കിടവായി. അങ്ങനെങ്കിലും ഒരു ഉപകാരം ചെയ്തല്ലോ. ചാർജർ എടുക്കും നമുക്ക്. ഹലോ, 108 ആംബുലൻസ് സർവീസ് അല്ലേ? ഇപ്പൊ വന്ന 2 രക്ഷപ്പെടുത്താം. ഉരുളക്കിപ്പേരി 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 ഉരുളക്കിപ്പേരി.